നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൽസി, ബൗദ്ധിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ. നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം, സെറിബ്രൽ പാൽസി, ബൗദ്ധിക വെല്ലുവിളി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ 4 ഭിന്നശേഷി വിഭാഗങ്ങൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ പദ്ധതിയാണ് ബോധപൂർണിമ. ബോധപൂർണിമ. ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരിവിമുക്ത ക്യാമ്പയിൻ പദ്ധതി ബോധപൂർണിമ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024. മികച്ച കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. മികച്ച കവിത മുരിങ്ങ വാഴ കറിവേപ്പ്. എഴുതിയത് അനിത തമ്പി. മികച്ച നോവൽ ആനോ. എഴുതിയത് GR ഇന്ദുഗോപൻ. മികച്ച ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ശിനിലാൽ. മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2024 കിട്ടിയത് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ്. എഴുതിയത് അനിത തമ്പി. മികച്ച നോവൽ ആനോ, GR ഇന്ദുഗോപൻ. മികച്ച ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ശിനിലാലാണ് ചെറുകഥ എഴുതിയിരിക്കുന്നത്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇത്തരം ഒരു നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1933 1933. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1933. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഹേഗ്, നെതർലാൻഡ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഹേഗ്, നെതർലാൻഡ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ഡോക്ടർ ജി മാധവിലത. ഡോക്ടർ ജി മാധവിലത. ഇന്ത്യയിൽ ആദ്യമായി AI-യിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ATMS സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിൽ ആദ്യമായി AI-യിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ATMS സജ്ജീകരിച്ച എക്സ്പ്രസ് വേ ദ്വാരക എക്സ്പ്രസ് വേ. ബഹിരാകാശ യാത്ര നടത്തിയ 634ാമത്തെ വ്യക്തി ശുഭാൻശു ശുക്ല. ബഹിരാകാശ യാത്ര നടത്തിയ 634ാമത്തെ വ്യക്തിയാണ് ശുഭാൻശു ശുക്ല. ക്രമ നമ്പർ 634 എന്നാണ് അറിയപ്പെടുക. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. 3 ഫോർമാറ്റ് വെച്ച ടെസ്റ്റ്, T20, വൺഡേ ഇന്റർനാഷണൽ. ഈ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സ്മൃതി മന്ദാന. മലയാള ടെലിവിഷൻ രംഗത്തിനു നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് കെ കുഞ്ഞികൃഷ്ണൻ. മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് കെ കുഞ്ഞികൃഷ്ണൻ. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ആദ്യ ഫീൽഡർ ജോ റൂട്ട്, ഇംഗ്ലണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ സ്വന്തമാക്കിയ ആദ്യത്തെ ഫീൽഡറാണ് ജോ റൂട്ട്, ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ റോ മേധാവിയായി നിയമിതനായത് പരാഗ് ജെയിൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവിയായി നിയമിതനായത് പരാഗ് ജെയിൻ. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഷാജി പ്രഭാകരൻ.
സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഷാജി പ്രഭാകരൻ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികളാണ് കാഴ്ചപ്പാടുകൾ, ന്യൂറോ സംവാദം, കവിത ശ്ലോകാഞ്ജലി. കാഴ്ചപ്പാടുകൾ, ന്യൂറോ സംവാദം, കവിത ശ്ലോകാഞ്ജലി. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ഡോക്ടർ ഷാജി പ്രഭാകരൻ. രാജ്യത്ത് മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. രാജ്യത്ത് മൊബൈൽ വഴി വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ബീഹാർ. പണപ്പെരുപ്പവും വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്സ്, GOI സ്റ്റാറ്റ്സ്. പണപ്പെരുപ്പവും വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ, മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ആപ്പ് GOI സ്റ്റാറ്റ്സ്. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറങ്ങൾ പച്ചയും നീലയും. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറങ്ങൾ പച്ചയും നീലയും. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ ശബ്ദമായി കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ശ്രീ. സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ ശബ്ദമായി കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായുള്ള ഓൺലൈൻ സംവിധാനം ടെലിമാനസ്. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായ ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ്. ടെലിമാനസ് നമ്പർ 14416. ടെലിമാനസ് നമ്പർ 14416. വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ദലൈലാമ. വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ദലൈലാമ. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയം ഖേലോ ഭാരത് നീതി 2025. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയം ഖേലോ ഭാരത് നീതി 2025. 2024-25 വർഷം മലയാള സിനിമാ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി മോഹൻലാൽ. 2024-25 വർഷം മലയാള സിനിമാ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി മോഹൻലാൽ. സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ജസ്റ്റിസ് BR ഗവായി. ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ജസ്റ്റിസ് BR ഗവായി. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ബ്രഹ്മോസ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രം ബ്രഹ്മോസ് തിരുവനന്തപുരം. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി വയോസാന്ത്വനം. ആരോരുമില്ലാത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. 2036 ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായി ഇന്ത്യയിൽ നിന്നും സമർപ്പിച്ചത് അഹമ്മദാബാദ്. 2036 ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായി ഇന്ത്യയിൽ നിന്നും സമർപ്പിച്ചത് അഹമ്മദാബാദ്. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വസുദൈവ കുടുംബകം. ഇന്ത്യക്കൊപ്പം 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ മത്സരിക്കുന്ന രാജ്യങ്ങൾ സൗദി അറേബ്യ, ഇന്തോനേഷ്യ, തുർക്കി, ചിലി എന്നീ രാജ്യങ്ങളാണ് 2036 ഒളിമ്പിക്സിന് ഇന്ത്യക്കൊപ്പം ആതിഥേയത്വം വഹിക്കാൻ മത്സരിക്കുന്ന രാജ്യങ്ങൾ. 2036 ഒളിമ്പിക്സിന്റെ ആതിഥേയ നഗരമായി ഇന്ത്യയിൽ നിന്നും സമർപ്പിച്ചത് അഹമ്മദാബാദാണ്. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വസുദൈവ കുടുംബകം എന്നാണ്. കേന്ദ്ര ജലശക്തി മന്ത്രി ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പൊക്കം സംബന്ധിച്ച മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം
സീ ഫ്ലഡ്. കേന്ദ്ര ജലശക്തി മന്ത്രി ഉദ്ഘാടനം ചെയ്ത വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുൻപ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം സീ ഫ്ലഡ്. 2025 ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടന്നത് വാഷിംഗ്ടൺ. 2025 ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം നടന്നത് വാഷിംഗ്ടൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് ആക്സസ് FWA ദാതാവായി മാറിയത് റിലയൻസ് ജിയോ. ലോകത്തിലെ ഏറ്റവും വലിയ ഫിക്സഡ് വയർലെസ് ആക്സസ് ദാതാവായി മാറിയത് റിലയൻസ് ജിയോ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നടി ദീപിക പാദുക്കോൺ. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നടി ദീപിക പാദുക്കോൺ. ലോസ് ഏഞ്ചലസിലെ ഹോളിവുഡ് ഡിസ്ട്രിക്റ്റിന്റെ നടപ്പാതയിൽ ഒരുക്കിയിരിക്കുന്ന 2813 പിത്തള നക്ഷത്രങ്ങളിലൊന്നിലാണ് ദീപികയുടെ പേര് എന്നേക്കുമായി രേഖപ്പെടുത്തുക. അപ്പോൾ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നടിയാണ് ദീപിക പാദുക്കോൺ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്ഥ പൂനിയ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്ഥ പൂനിയ. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ശ്രീനഗർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ശ്രീനഗർ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15-നാണ്. ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15-ന് നടന്നു. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സാർക്കോമ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത് ജൂലൈ. സാർക്കോമ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത് ജൂലൈ. ഇത് അസ്ഥികൾ, പേശികൾ പോലുള്ള ബന്ധിത കലകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അപൂർവ ക്യാൻസർ ആണ്. അപ്പൊ സാർക്കോമ ക്യാൻസർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസ്ഥികളെയും പേശികളെയും അതുപോലത്തെ ബന്ധിത കലകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അപൂർവ ക്യാൻസർ ആണ് സാർക്കോമ ക്യാൻസർ. ശരീരത്തിൽ എവിടെയും ഉണ്ടാകാം, എന്നാൽ കൈകളിലും കാലുകളിലുമാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. ശരീരത്തിനുള്ളിൽ ആരംഭിക്കുന്നത് കൊണ്ട് മുഴ രൂപപ്പെടുന്നത് വരെ പ്രകടമാകണമെന്നില്ല. സാർക്കോമ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത് ജൂലൈ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് CDOT വികസിപ്പിച്ചെടുത്ത ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടർ സാക്ഷം 3000. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് CDOT വികസിപ്പിച്ചെടുത്ത ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടർ സാക്ഷം 3000. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന നൂതന ബാലിസ്റ്റിക് മിസൈലായ എയർ ലോറ വികസിപ്പിച്ചെടുത്ത രാജ്യം ഇസ്രായേൽ. ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം, വൈബ്രേഷൻ, ഫോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനം DOS. ട്രാക്ക് ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിൻ വരുമ്പോൾ അലാറം, വൈബ്രേഷൻ, ഫോൺ ലൈറ്റ് എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനമാണ് DOS. ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. ഗവൺമെന്റ് സർവീസിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കുസും പദ്ധതി. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് PM കുസും പദ്ധതി. PM കുസുമിന്റെ ഫുൾ ഫോമാണ് പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്യാൻ മഹാ അഭിയാൻ. പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ ഏവം ഉദ്യാൻ മഹാ അഭിയാൻ. ഈ പദ്ധതി കർഷകർക്ക് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ നൽകി കൃഷിക്കാവശ്യമായ ജലസേചനം സൗജന്യമായി ലഭിക്കുവാൻ ലക്ഷ്യമിടുന്നു. കൂടാതെ അനുവദിക്കുന്ന സബ്സിഡി കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്നു.
അപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും പദ്ധതി. ഈ പദ്ധതി കൃഷിക്കാവശ്യമായ ജലസേചനം സൗജന്യമായി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു. അതുകൂടാതെ കർഷകർക്ക് കൊടുക്കുവാനുള്ള സബ്സിഡി എമൗണ്ടുകളെല്ലാം ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുന്നു. റഷ്യയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത സ്ഥാപനം കെൽട്രോൺ. റഷ്യയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത സ്ഥാപനം കെൽട്രോൺ. INS തമാൽ എക്കോ സൗണ്ടറും അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നിർമ്മിച്ചത് കെൽട്രോൺ ആണ്. അപ്പോൾ റഷ്യയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ യുദ്ധക്കപ്പലാണ് INS തമാല്. ഈ INS തമാലിന്റെ എക്കോ സൗണ്ടറും അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും നിർമ്മിച്ചത് കെൽട്രോൺ ആണ്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല കാസർഗോഡ്. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങൾ സുഖോയ് Su-57. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങൾ സുഖോയ് Su-57. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസൽ നിസ്താർ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസൽ നിസ്താർ അന്തർവാഹിനി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അപകടങ്ങളിൽ പെട്ടവരെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഡൈവിംഗ് സപ്പോർട്ട് വെസലാണ് നിസ്താർ. 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കളായത് ചെറുതല പുത്തൻചുണ്ടൻ. 2025 ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കളായത് ചെറുതല പുത്തൻചുണ്ടൻ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതയായ മലയാളി പ്രിയ നായർ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതയായ മലയാളി പ്രിയ നായർ. വടക്കു കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നാഗാലാൻഡ്, അസം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഏകോപിതമായി വിന്യസിച്ച മാനുഷിക സഹായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ജൽ റാഹത്ത് 2. ഓപ്പറേഷൻ ജൽ റാഹത്ത് 2. വടക്ക് കിഴക്കൻ മേഖലയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നാഗാലാൻഡ്, അസം, മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഏകോപിതമായി വിന്യസിച്ച മാനുഷിക സഹായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ജൽ റാഹത്ത് 2. 2023-24 നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ, അതായത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനത്താണ്. 2023-24 നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഗുജറാത്ത് ആണ്. 1ാം സ്ഥാനം ഗുജറാത്ത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.